നമസ്കാരം. യുകെയിലേക്ക് തിരിച്ചുവരാൻ നിയമപരമായ വഴികളെല്ലാം അടഞ്ഞതോടെ മനുഷ്യക്കടത്ത് സംഘങ്ങളുടെ സഹായത്തോടെ ഇവിടെ എത്താനുള്ള ശ്രമത്തിലാണ് ഐസിസ് വധു ഷമീമ ബീഗം എന്ന ചില റിപ്പോർട്ടുകൾ. 2015 തീവ്രവാദി സംഘടനയായ ഐസിസിൽ ചേരാനായി ബ്രിട്ടൻ വിട്ടുപോയ ഷമീമയുടെ ബ്രിട്ടീഷ് പൗരത്വം റദ്ദാക്കിയിരുന്നു. ഇപ്പോൾ വടക്കുകിഴക്ക് സിറിയയിലെ തികച്ചും വൃത്തിഹീനവും നിത്യേനയെന്നോണം ആക്രമണങ്ങൾ നടക്കുന്നതുമായ അൽ റോജ് അഭയാർത്ഥി ക്യാമ്പിലാണ് ഇവർ താമസിക്കുന്നത്. കിഴക്കൻ ലണ്ടനിലെ ബേത്ത്നാൽ ഗ്രീനിൽ താമസിച്ചിരുന്ന ഈ 26-കാരി കേവലം 15 വയസ്സുണ്ടായിരുന്നപ്പോഴായിരുന്നു തീവ്രവാദി സംഘടനയിൽ ചേരാനായി രാജ്യം വിട്ടത്. യുകെയിലേക്ക് തിരികെ എത്താൻ നിരവധി നിയമ പോരാട്ടങ്ങൾ നടത്തിയിരുന്നുവെങ്കിലും അവയെല്ലാം പരാജയപ്പെടുകയായിരുന്നു. അതിനെ തുടർന്നാണ് ഇപ്പോൾ രാജ്യത്ത് മടങ്ങിയെത്താൻ മനുഷ്യക്കടത്ത് സംഘങ്ങളുടെ സഹായം തേടിയെത്തിയിരിക്കുകയാണെന്ന വിവരം പുറത്തുവരുന്നത്. ഇവർ താമസിക്കുന്ന ക്യാമ്പിൽ നിന്നുള്ള ചില സന്ദേശങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ഈ റിപ്പോർട്ട് തയ്യാറാക്കിയിരിക്കുന്നതെന്നും അതിൽ അവകാശപ്പെടുന്നുണ്ട്. യൂറോപ്യൻ മനുഷ്യാവകാശ കോടതി ഷമീമ ബീഗത്തിന്റെ കാര്യത്തിലെടുത്ത തീരുമാനം പുനഃപരിശോധിക്കണമെന്ന് ആവശ്യപ്പെട്ടിരിക്കുന്ന പശ്ചാത്തലത്തിലാണ് ഇത്തരമൊരു നടപടിക്ക് അവർ മുതിരുന്നത്. ഷമീമ ബീഗം മനുഷ്യക്കടത്തിന്റെ ഇരയാണോ എന്നത് പരിശോധിക്കണം എന്നാണ് മനുഷ്യാവകാശ കോടതി ആവശ്യപ്പെട്ടിരുന്നത്. അതിനിടെ ഷമീമ ബീഗവുമായി ഒന്നിലധികം തവണ അഭിമുഖങ്ങൾ നടത്തിയിട്ടുള്ള സിനിമാ സംവിധായകൻ കൂടിയായ ആൻഡ്രൂ ഡ്രോഡി പറയുന്നത് ഇതേ ക്യാമ്പിൽ കഴിയുന്ന ഒരു മുൻ അമേരിക്കൻ ജിഹാദി യുവതിയും ഷമീമ ബീഗത്തിനൊപ്പം അവിടെ നിന്ന് രക്ഷപ്പെടാൻ ശ്രമിക്കുന്നുണ്ട് എന്നാണ്. ഹോഡെ മുത്താന എന്ന യുവതിക്ക് ഐസിസിൽ ചേർന്നതിനെ തുടർന്ന് അമേരിക്കൻ പൗരത്വം നഷ്ടപ്പെട്ടിരുന്നു. എങ്ങനെയെങ്കിലും തൊട്ടടുത്തുള്ള തുർക്കിയിൽ എത്താനാണ് ഇരുവരും പദ്ധതി തയ്യാറാക്കുന്നത് എന്നാണ് റിപ്പോർട്ടിൽ പറയുന്നത്. ഇതിനായി ഡ്രൂഡിയോട് ഹോഡ പണം നൽകി സഹായിക്കാൻ അഭ്യർത്ഥിച്ചുകൊണ്ട് സന്ദേശങ്ങൾ അയച്ചിരുന്നു. തുർക്കിയിലെത്തി അവരവരുടെ രാജ്യങ്ങളുടെ എംബസികളെ സമീപിക്കാനാണത്രേ ഇരുവരുടെയും ശ്രമം. തുർക്കി നാടുകടത്തിയാൽ തങ്ങളെ സ്വീകരിക്കാൻ തങ്ങളുടെ രാജ്യങ്ങൾ നിർബന്ധിതരാകും എന്നാണ് ഇവർ കരുതുന്നത്. അടുത്തിടെ ഷമീമ ബീഗത്തെയും മറ്റ് IS തടവുകാരെയും സിറിയയിലെ അഭയാർത്ഥി ക്യാമ്പുകളിൽ തടങ്കലിൽ നിന്ന് മോചിപ്പിക്കാൻ സാധ്യതയുണ്ടെന്ന് റിപ്പോർട്ടുകൾ പുറത്തു വന്നിരുന്നു. കുർദിഷ് നേതൃത്വത്തിലുള്ള സിറിയൻ ഡെമോക്രാറ്റിക് ഫോഴ്സ് ഈ അഭയാർത്ഥി ക്യാമ്പ് നിയന്ത്രിക്കുകയാണ്. 9000-ലധികം IS തടവുകാരാണ് ഇത്തരത്തിൽ ഇവിടെയുള്ളത്. മാത്രമല്ല 40,000-ലധികം സ്ത്രീകളും കുട്ടികളും താമസിക്കുന്ന മറ്റ് ക്യാമ്പുകളും ഇത്തരത്തിൽ SDFന്റെ നിയന്ത്രണത്തിലുണ്ട്. സിറിയൻ പ്രസിഡന്റ് ബാഷർ അൽ അസദിന്റെ സേനയുമായുള്ള പോരാട്ടത്തിൽ SDFന് ഭൂരിഭാഗം പ്രദേശങ്ങളും നഷ്ടമായിരുന്നു. എന്നാൽ ഇരു ഗ്രൂപ്പുകളും വെടിനിർത്തലിൽ ഒപ്പുവെച്ചതിന് പിന്നാലെ SDF നിയന്ത്രിത 3 തടങ്കൽ കേന്ദ്രങ്ങൾക്ക് ചുറ്റും ആക്രമണം നടത്തിയതായി റിപ്പോർട്ടുണ്ട്. റാഖയ്ക്കടുത്തുള്ള അൽ അബ്ദാൻ ജയിൽ, ദേർ അൽ സൂറിലെ ജയിൽ, അൽ ഷദാദി പട്ടണത്തിലെ ജയിൽ എന്നിവിടങ്ങളിലാണ് ആക്രമണം നടന്നത്. IS തടവുകാരെ സുരക്ഷിത സ്ഥലങ്ങളിലേക്ക് മാറ്റാൻ ശ്രമിക്കുകയാണെന്ന് SDF പറഞ്ഞു. പക്ഷേ നിലവിൽ അത് നടപ്പിലാക്കാൻ കഴിഞ്ഞിട്ടില്ല. ഒട്ടേറെ തടവുകാർ ദേർ അൽ സൂറിൽ നിന്ന് രക്ഷപ്പെടുന്നതിന്റെ ദൃശ്യങ്ങൾ ഇതിനോടകം തന്നെ പുറത്തു വന്നിരുന്നു.